മിതാലി എന്ന് പറഞ്ഞിട്ടുള്ള ഇവർക്ക് ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ടീമിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടുകയാണ്. അങ്ങനെ ഇവളുടെ ടീം ഒരു ഇൻ്റർനാഷണൽ മാച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് പോവാണ്. അങ്ങനെ ഇവർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എയർപോർട്ടിൽ ഇവരുടെ എല്ലാവരുടെയും ബാഗിൽ വെയിറ്റ് അധികമാണെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ അവരെല്ലാവരും പിച്ചക്കാരെ പോലെ അവരുടെ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ പുറത്തിട്ടിട്ട് വെയിറ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ബാഗിലെ. അതേ ടൈം അങ്ങോട്ട് വന്നിരിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമായിട്ടുള്ള മെൻസ് ടീമിനെ രാജാക്കന്മാരെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അതേസമയം ഇവരെ ആരും മതിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇംഗ്ലണ്ടിൽ പോയ ഇവർ ഒരുപാട് മാച്ചസ് ജയിക്കുകയാണ്. മിതാലി ഒരുപാട് റൺസ് സ്കോർ ചെയ്തിട്ട് പ്ലെയർ ഓഫ് ദ മാച്ചും ആവാണ്. അങ്ങനെ ഇവർക്ക് ഇന്ത്യയിൽ വന്നത് ഒരുപാട് പ്രശംസയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചതും തിരിച്ചു വന്നപ്പോൾ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇവർ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ഈ വുമൻസ് ടീമിന് കൊടുത്തിരിക്കുന്ന ഫണ്ട് പകുതിയായിട്ട് കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഇവർ ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് മിതാലി നമ്മുടെ ടീമിന് ഒരു സ്പോൺസറെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റും, നമുക്ക് ഒരുപാട് മാച്ചസ് കളിക്കാൻ പറ്റുമെന്നും പറയാണ്. അങ്ങനെ ഇവർ വിചാരിച്ച പോലെ തന്നെ ഇവർക്കൊരു സ്പോൺസറിങ് കിട്ടാണ്. ആ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് മിതാലിനെയും ആക്കുകയാണ്. പക്ഷേ ആ വന്ന സ്പോൺസർ ഇവർക്ക് ആവശ്യമുള്ളൊന്നും മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇന്ത്യൻ മെൻസ് ടീം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ജേഴ്സി തന്നെ ഇവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് അപമാനമായിട്ട് അവൾ ഈ ബോർഡിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചൊരു ബോർഡിലുള്ള ഒരാൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്യൂണിനെ വിളിച്ചിട്ട് ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിലെ പ്ലെയറുടെ പേര് പറയാൻ വേണ്ടി പറയാണ്. അയാൾ അറിയില്ലെന്ന് പറയാണ്. അപ്പോൾ തന്നെ ആ ചെയർമാനും അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ നടക്കുന്നതിനുള്ള കാരണം എന്ന് പറയാണ്. അങ്ങനെ വിമൻസ് ടീമിനെ ഈ ജനങ്ങൾ മൊത്തം അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ട് മൊത്തം ടീമിനെയും കഠിനമായിട്ട് ട്രെയിൻ ചെയ്തിട്ട് വേൾഡ് കപ്പ് അടിക്കാൻ വേണ്ടി അവൾ തീരുമാനിക്കുകയാണ്. ഇതേ ടൈമിൽ ഇന്ത്യയുടെ മെൻസ് ടീം ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മൊത്തം ഫോക്കസ് ഇപ്പോൾ വിമൻസ് ടീമിലേക്ക് എല്ലാവരുടെയും പോവാണ്. കാരണം ഇവരും ജയത്തിന് മേലെ ജയം ജയിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ ഫൈനലിൽ തോറ്റു പോവാണ്. പക്ഷേ തോറ്റുപോയെങ്കിലും തിരിച്ചു വന്നാൽ ഇവർ പ്രതീക്ഷിക്കാത്ത ഒന്നാണ് സംഭവിക്കുന്നത്. ജനങ്ങളെല്ലാവരും അവരെ ആഘോഷത്തോടെ വരവേൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ വിചാരിച്ച പോലെ തന്നെ വിമൻസ് ടീമിന് ഒരു റെക്കഗ്നിഷൻ കിട്ടിയെന്ന് അവർ വിചാരിക്കുകയാണ്. അങ്ങനെ അടുത്തൊരു തലമുറയ്ക്ക് തന്നെ ഒരു എക്സാമ്പിളായി മിതാലി മാറുകയാണ്. പറഞ്ഞതിൻ്റെ പേരാണ് സബാഷ് മിതു.